പ്രിയമുള്ളവരെ, വചനജ്വാല 1228 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 10 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 7-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ബെഞ്ചമിൻ ഗോത്രജനായ കുഷ് നിമിത്തം ദാവീദ് കർത്താവിനെ വിളിച്ചു പാടിയ വിലാപഗീതം. എന്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എന്നെ മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും. ആരും രക്ഷിക്കാനില്ലാത്ത എന്നെ വലിച്ചിഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടി മെതിക്കട്ടെ. പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ. കർത്താവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ. ദൈവമേ, ഉണരേണമേ. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ. അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ. അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. കർത്താവേ, എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്ത വിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനംപ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യർ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിനെ മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ല് കുലച്ച് ഒരുങ്ങിയിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ, ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു. അവന്റെ അക്രമം അവന്റെ നെറുകയിൽ തന്നെ തറയുന്നു. കർത്താവിന്റെ നീതിക്കൊത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ വില്യം ബെറൂയറെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ബെൽജിയത്തിലെ റനേവേഴ്സിൽ ഒരു കുലീന കുടുംബത്തിലാണ് ജനനം. ബാല്യം മുതൽ സമ്പത്തിനോടും ലൗകിക ആർഭാടങ്ങളോടും അവജ്ഞ പ്രകടിപ്പിച്ചു. വില്യം പഠനത്തിലും ഭക്താഭ്യാസങ്ങളിലും നിമഗ്നനായി പൗരോഹിത്യത്തിലേക്ക് ദൃഷ്ടി തിരിച്ചു. പുരോഹിതനായ ശേഷം കുറെ നാൾ സ്വാസോണിലും പാരീസിലും കാണാനായാലും തപോജീവിതം ലക്ഷ്യമാക്കി ഗ്രാൻഡ് മോന്തിലെ ഏകാന്തതയിലേക്ക് നീങ്ങി. അവിടെ വൈദികരും
സഹോദരന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം സിസ്റ്റേഴ്സൻ സന്യാസ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. ഏറെ താമസിയാതെ പൊന്തീജിയൻ സുപ്പീരിയറും ഫൗണ്ടീജൻ ആശ്രമത്തിലെ ആബട്ടുമായി. എളിമയും ഇന്ദ്രിയ നിഗ്രഹവും വഴി ഉയർന്ന പ്രാർത്ഥനയുടെ മാധുര്യം ദൈവം അദ്ദേഹത്തിന് നൽകി. അധികം വൈകാതെ ബൂർഷിലെ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ വില്യം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തലവന്മാരിൽ നിന്നും മാർപ്പാപ്പയിൽ നിന്നും നിർബന്ധപൂർവമായ കൽപ്പനകൾ ഉണ്ടായ ശേഷമാണ് തന്റെ ഏകാന്തവാസം അവസാനിപ്പിച്ചത്. ആർച്ച് ബിഷപ്പായ ശേഷവും തപശ്ചര്യ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഉടുപ്പിനുള്ളിൽ രോമച്ചട്ട ധരിച്ചും മാംസം കഴിക്കാതെയും ദരിദ്രരെ സഹായിച്ചും കാരുണ്യവും സ്നേഹവും കൊണ്ട് ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയും കഴിഞ്ഞു പോന്നു. അവസാനത്തെ പ്രസംഗം പനിയുള്ളപ്പോഴാണ്. പിന്നീട് പനി വർദ്ധിച്ചു. അന്ന് തന്നെ അദ്ദേഹം തിരുപാതേയം സ്വീകരിച്ചു. പാതിരാത്രി ചെല്ലാറുള്ള ജപം നേരത്തെ ആരംഭിച്ച് 2 വാക്ക് ചൊല്ലി. പിന്നെ മിണ്ടിയില്ല. അനന്തരം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രോമച്ചട്ടയോടുകൂടി ചാരത്തിൽ കിടത്തി. താമസിയാതെ അദ്ദേഹം ദിവംഗതനായി. വിശുദ്ധ വില്യം ബെറൂയറിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു.